നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. ബ്രസീൽ പൊട്ടി. ജയിച്ചു നിൽക്കുന്ന ഒരു കളി എങ്ങനെ തോൽക്കാം എന്ന് ഗവേഷണം നടത്തിയ പോലെ ആയിപ്പോയി ഇത്. 3-2 ടോക്കിയോയിൽ ഫ്രണ്ട്ലി മത്സരത്തിൽ ബ്രസീൽ ജപ്പാനോട് തോറ്റിരിക്കുന്നത്. അതും 2-0 ലീഡ് എടുത്ത ശേഷം മിസ്റ്റേക്കുകളുടെ കൂമ്പാരം അതുവഴി 3 തിരികെ വാങ്ങി 3-2 പൊട്ടിയിരിക്കുന്നു. ബ്രസീലിന് വേണ്ടി പോളോ ഹെൻറിക്കയും ഗബ്രിയൽ മാർട്ടിനെലിയുമാണ് ഗോളുകൾ നേടിയത്. മറുഭാഗത്ത് ടക്കുമി മിനാമിനെയും നക്കാമുഴയും അതുപോലെ ഉയേരയുമാണ് ജപ്പാന്റെ ഗോളുകൾ കണ്ടെത്തിയത്. ടോക്കിയോയിൽ നടന്ന മത്സരത്തിൽ ബ്രസീലിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ഗബ്രിയൽ മാർട്ടിനെലിയും വിനി ജൂനിയറും ലൂയിസ് എൻട്രിക്കയും ഒക്കെ ഒരുമിച്ചാണ് ഇറങ്ങിയത്. മറുഭാഗത്ത് യുയേരയും മിനാമിനോയും കുബോയും ചേർന്നുകൊണ്ടാണ് ജപ്പാന്റെ മുന്നേറ്റങ്ങൾ നയിച്ചത്. കളിയുടെ തുടക്കത്തിൽ ആദ്യ പകുതിയിൽ ബ്രസീൽ മികവ് കാട്ടി. കളിയിൽ 26-ാമത്തെ മിനിറ്റിൽ ബ്രൂണോ ഗുയിമേറസിൻ്റെ മികച്ചൊരു പാസ്, അതിൽ നിന്നാണ് പൗളോ ഹെൻറിക്കയുടെ ഗോൾ പിറക്കുന്നത്. ബ്രസീൽ ലീഡ് എടുക്കുന്നു. 32-ാമത്തെ മിനിറ്റിൽ ലൂക്കാസ് പക്വേറ്റയുടെ കിടിലൻ ഒരു അസിസ്റ്റാണ്. കൃത്യമായിട്ട് അദ്ദേഹം പന്ത് ഗബ്രിയൽ മാർട്ടിനെലിക്ക് കൊടുക്കുന്നു. അദ്ദേഹം അത് ഗോളാക്കി മാറ്റുന്നു. ബ്രസീൽ 2-0 മുന്നിൽ. ഇടവേള സമയത്ത് ബ്രസീൽ 2-0 മുന്നിലാണ്. അങ്ങനെ ബ്രസീലിൻ്റെ ആധിപത്യം രണ്ടാം പകുതിയിലും തുടരുമെന്ന് കരുതി കാത്തിരുന്നവർക്ക് തെറ്റി. 52-ാമത്തെ മിനിറ്റിൽ ഫബ്രിസിയോ ബ്രൂണോയുടെ ഒരു ഭീമാബദ്ധം. അദ്ദേഹത്തിലേക്ക് കൊടുത്ത പന്ത് അത് ക്ലിയർ ചെയ്യാനോ പാസ് ചെയ്യാനോ ഒക്കെ സമയമുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ടച്ച് എടുത്തപ്പോഴേക്കും സമയം വൈകിപ്പോയി. എതിരാളി വരുമ്പോൾ ആകെ പാനിക്കായി തട്ടി അകറ്റാൻ നോക്കി. മിനാമിനോ അത് വലയിലേക്ക് അടിച്ചു കയറ്റി. 52-ാമത്തെ മിനിറ്റിൽ ആദ്യ ഗോള് മടക്കിയടിക്കുന്നു ജപ്പാൻ. പിന്നാലെ ബ്രസീൽ മാറ്റങ്ങൾ വരുത്തുന്നു. ഗബ്രിയൽ മാർട്ടിനിലേക്ക് പകരം റോഡ്രിഗോ വരുന്നു. വിനി ജൂനിയറെ പിൻവലിച്ച് മാത്യൂസ് കുഞ്ഞ വരുന്നു. ബ്രൂണോ ഗുയിമേറസ് നന്നായി കളിച്ചാണ് ആദ്യ പകുതിയിൽ. അദ്ദേഹത്തെ മാറ്റിയിട്ട് ജോലിൻഡനെ കൊണ്ടുവരുന്നു. എന്നാൽ ജപ്പാൻ കളി പിടിക്കുന്നതാണ് പിന്നീട് നമ്മൾ കാണുന്നത്. കളിയുടെ 62-ാമത്തെ മിനിറ്റിൽ നക്കാമുറയുടെ ഗോൾ പിറക്കുന്നു. നക്കാമുറ അത് വലയിലേക്ക് അടിച്ചിടുമ്പോൾ രക്ഷപ്പെടുത്താൻ വേണ്ടി ഫബ്രിസിയോ ബ്രൂണോ ശ്രമിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ രക്ഷപ്പെടുത്തൽ കൃത്യം വലയിലേക്ക് ഇടിച്ചു കയറി. 2-2 സമനില. കളിയിലെ 71-ാമത്തെ മിനിറ്റിൽ അടുത്ത ഗോൾ കൂടി വരുന്നു. ഇത്തവണ ഐസെ യുവേഡയുടെ ഗോളാണ് വന്നത്. ഇതൊരു വല്ലാത്ത ഗോളാണ്. ആ ഒരു കോർണറിൽ നിന്ന് ഹെഡ് ചെയ്തതാണ്. നേരെ ഗോൾ കീപ്പറുടെ കയ്യിലേക്ക്, ഹ്യൂഗോ സോസയുടെ കയ്യിലേക്ക് അദ്ദേഹം അത് രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നതിനിടക്ക് പന്ത് വലയിലേക്ക് തന്നെ വീഴുകയാണ് ചെയ്യുന്നത്. സൈഡ് നെറ്റഡായിട്ട് സ്വന്തം വലയിൽ തന്നെ അത് വീഴുന്നു. 3-2. പിന്നീട് ബ്രസീൽ എത്ര ശ്രമിച്ചിട്ടും തിരികെ വരാൻ കഴിയാതെ പോയി. ഒടുവിൽ 3-2 ബ്രസീൽ ജപ്പാനോട് പൊട്ടിയിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.